രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. JNU രാജ്യദ്രോഹ കേസ് ഡൽഹി പട്യാല ഹൗസ് കോടതി ഇന്ന് പരിഗണിക്കും. വിദ്യാർത്ഥി നേതാക്കളായ കനയ്യകുമാർ, ഉമർ ഖാലിദ്, അനിർബൻ ഭട്ടാചാര്യ എന്നിവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ കേസാണ് പരിഗണിക്കുക. കേസിന്റെ വിചാരണ ആരംഭിക്കുന്നതിന് ഡൽഹി സർക്കാർ അനുമതി നൽകിയിട്ടില്ല. കനയ്യകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിടയുണ്ടെന്ന വാർത്തകൾക്കിടെയാണ് JNU രാജ്യദ്രോഹ കേസ് കോടതിക്ക് മുന്നിലെത്തുന്നത്. ഷനൂബ് സാഹിബ് ചേരുകയാണ് വിവരങ്ങളുമായി. ഷനൂബ്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? മുമ്പ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ രാജ്യദ്രോഹ മുദ്രാവാക്യം ഉയർത്തി എന്ന് ആരോപിക്കപ്പെട്ട കേസിലാണ് നിലവിൽ വിദ്യാർത്ഥി നേതാക്കളായ കനയ്യകുമാർ, ഉമർ ഖാലിദ്, അനിർബൻ ഭട്ടാചാര്യ, അപരാജിത തുടങ്ങിയ ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്ത് 2 മാസം മുമ്പ് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ കുറ്റപത്രത്തിൽ 124 രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ഒരു കേസ് കോടതി വിചാരണ ആരംഭിക്കണമെങ്കിൽ അതിനതാത് സംസ്ഥാനത്തിന്റെ പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട്. പക്ഷേ ഈ അനുമതി വാങ്ങാതെയാണ് ഡൽഹി പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കേസിന്റെ വിചാരണ ആരംഭിച്ച് ഉണ്ടായ 2 ഹിയറിങ്ങുകളിലും കോടതി പോലീസിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഡൽഹി സർക്കാരിന്റെ അനുമതി വാങ്ങിയിട്ട് വിചാരണ ആരംഭിക്കാമെന്നുള്ള രീതിയിൽ. ഇതിനുമായി ബന്ധപ്പെട്ട് ഡൽഹി സർക്കാരുമായി ഡൽഹി പോലീസ് നിരവധി തവണ ബന്ധപ്പെട്ടെങ്കിലും നിലവിൽ ഇതുവരെ കേസിന് അനുമതി നൽകാൻ ഡൽഹി സർക്കാർ തയ്യാറായിട്ടില്ല. നിലവിൽ ഇന്ന് കേസ് പരിഗണിക്കുമ്പോഴും ഡൽഹി സർക്കാരുടെ അനുമതി ഇല്ലാതെയാണ് കേസ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കോടതി ഇന്ന് എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഫെബ്രുവരി ആദ്യവാരവും ഫെബ്രുവരി 28-നും ഈ കേസ് പരിഗണിച്ച സമയത്ത് കോടതി ആദ്യം ഡൽഹി പോലീസിനെ വിമർശിക്കുകയുണ്ടായി. എത്രയും പെട്ടെന്ന് അംഗീകാരം വാങ്ങണമെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 28-ന് പരിഗണിക്കുന്ന സമയത്ത് ഡൽഹി സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേസ് വൈകിപ്പിക്കുന്നത്, എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഡൽഹി സർക്കാർ അതിനൊരു നിലപാടെടുക്കണം, ഇല്ലാത്ത പക്ഷം അനുമതി ഇല്ലാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കോടതി തയ്യാറാകും തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ കാര്യത്തിൽ കോടതിയുടെ നിർദ്ദേശം നിർണായകമാകാനിടയുണ്ട്. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ബേഗുസാര മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥിയായി ബീഹാറിൽ ബേഗുസാര മണ്ഡലത്തിൽ കനയ്യകുമാർ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 3 വർഷം മുമ്പ് ഉണ്ടായ ഒരു കേസ് നിലവിൽ ഈ സമയത്ത് വിചാരണയ്ക്ക് വരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള രീതിയിലാണ് കനയ്യകുമാറുമായി അടുത്ത വിവരങ്ങൾ നൽകിയത്. ഉത്സവത്തിനും